ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെഡ് ബീ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെഡ് ബീ കേക്ക് നമ്മൾ തയ്യാറാക്കുന്നത് 3 ടൈപ്പിലുള്ള സ്പഞ്ച് കേക്ക് വെച്ചിട്ടാണ്. അതായത് ചോക്ലേറ്റിൻ്റെ ഒരു സ്പഞ്ച് കേക്ക്, പിന്നെ നമുക്ക് വാനിലയുടെ ഒരു സ്പഞ്ച് കേക്ക് തയ്യാറാക്കണം. അതുപോലെ തന്നെ റെഡ് കളറിലുള്ള നമ്മൾ റെഡ് വെൽവെറ്റിന് തയ്യാറാക്കുന്ന പോലെ തന്നെ ഒരു സ്പഞ്ച് കേക്കും തയ്യാറാക്കണം. അപ്പോൾ ഞാൻ ഇതൊരു 2 kg മെഷർമെൻറ്റിലാണ് കാണിക്കുന്നത്. നിങ്ങൾക്കിത് ഹാഫ് kg വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, 1 kg വേണമെങ്കിലും ഇൻഗ്രീഡിയൻസ് ഒക്കെ നേരെ പകുതിയും അതിലും പകുതിയായിട്ട് എടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം വാനിലയുടെ സ്പഞ്ചാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പ് മൈദ, അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/8 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്നത് 2 kg 10 ഇഞ്ചിൻ്റെ പാനിൽ ഒഴിച്ചിട്ടുള്ള ബാറ്ററാണ് കാണിക്കുന്നത്. ഞാൻ ഇത് കേക്ക് കട്ട് ചെയ്യാതെയാണ് ലെയർ ചെയ്യുന്നത്. ഒരു ലെയർ അങ്ങനെ തന്നെ ഓരോ സ്പഞ്ചും ഓരോ ലെയറായിട്ട് വെക്കാനാണ്. അപ്പോൾ വളരെ തിന്നായിട്ടുള്ള ലെയറാണ്. അപ്പോൾ അതിനായിട്ട് 2 മുട്ട, ഇത് വാനിലയുടെ സ്പഞ്ചിന് 2 മുട്ടയിലേക്ക് 1/2 ടീസ്പൂൺ അര ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് നല്ലപോലെ ബീറ്റ് ചെയ്യാണ്. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ഇട്ടിട്ട് ഇതുപോലെ ആവുന്നത് വരെ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ട് ആ പഞ്ചസാരയൊക്കെ മെൽട്ടായി ഇതുപോലെ വരും. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കുറേ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ഫാസ്റ്റായിട്ട് കാണിക്കുന്നത്. എന്നിട്ട് നമ്മൾ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തു, കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട്. അതിനുശേഷം 10 ഇഞ്ചിൻ്റെ ഈ ഒരു ബേക്കിംഗ് ടിന്ന് ഞാൻ ഗ്രീസ് ചെയ്തിട്ട് അതിൽ ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഓവണും പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ബേക്കായിട്ട് വരും. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് ഒന്നങ്ങ് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആദ്യം വാനിലയുടെ ലെയർ തയ്യാറാക്കാം. അപ്പോൾ വാനില സ്പഞ്ച് ഇവിടെ കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പോഞ്ചായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ലെയറായിട്ട് വെക്കുമ്പോൾ ഇത് ഒരു ലെയർ ഇങ്ങനെ തന്നെ വെക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് റെഡ് വെൽവെറ്റിൻ്റെ സ്പോഞ്ച് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് തന്നെ 1/2 കപ്പ് മൈദ, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂണോളം അധികം ഡാർക്ക് അല്ലാത്ത കൊക്കോ പൗഡർ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മതിയാകും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 മുട്ട ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ചു. അതിലേക്ക് നമുക്ക് വാനില എസൻസ് 1/2 ടീസ്പൂണ് വാനില എസൻസ്, അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര, പൊടിച്ചതല്ല പൊടിക്കാത്ത പഞ്ചസാര കൂടി ഇട്ടിട്ട് നല്ല ഫ്ലഫി ആകുന്നവരെ ബീറ്റ് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ ടൈഗറിൻ്റെ ജെൽ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ജെൽ കളർ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക. അപ്പോൾ നമ്മൾ ലിക്വിഡ് ഫുഡ് കളറൊക്കെ ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കേണ്ടി വരും, അതുപോലെ തന്നെ അതിനൊരു ടേസ്റ്റ് വരികയും ചെയ്യും കളറിൻ്റെ. അപ്പോൾ ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. നമ്മൾ റെഡ് വെൽവെറ്റിനൊക്കെ വാങ്ങിക്കുന്ന ഡാർക്ക് റെഡും അതുപോലെ സൂപ്പർ റെഡൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വന്നാൽ നമുക്കിനി ഇതിലേക്ക് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കണം. ബട്ടർ മിൽക്ക് നമ്മൾ നേരത്തെ വിനാഗിരിയോ അല്ലെങ്കിൽ ലെമണോ ചേർത്തിട്ടുള്ള പാലാണ്. ഒരു 2 ടേബിൾ സ്പൂൺ മതി. ഇളം ചൂടുള്ള പാലിലേക്ക് വിനാഗിരി അല്ലെങ്കിൽ 2-3 ഡ്രോപ്പ് നാരങ്ങ നീര് ഒഴിച്ച് വെച്ചതാണ്. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഓയിലിന് പകരം ബട്ടറാണ് താല്പര്യമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇതിലേക്ക്. അപ്പോൾ ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, ഒരു സ്പാച്ചിലോ വിസ്കോ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇത് ഞാനിപ്പോൾ ഓരോ ഓരോ ഫ്ലേവറുള്ള സ്പോഞ്ച് ഓരോന്നായിട്ട് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഒന്നിച്ച് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ 2 kg ആയതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ 10 ഇഞ്ചിൻ്റെ നമുക്ക് ഒരു സമയത്ത് ഒന്നല്ലേ വെക്കാൻ പറ്റൂ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 6 ഇഞ്ചിൻ്റെയും 7 ഇഞ്ചിൻ്റെയും ഒക്കെ പാനിലൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഓവണ് വലുതൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നിച്ച് തന്നെ ബാറ്ററി തയ്യാറാക്കി എടുക്കാം. അതിൻ്റെ വീഡിയോ ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു റെസിപ്പിയിൽ കാണിക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവണിലേക്ക് ഒരു 12 മിനിറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഇത് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടിയത്. നമുക്കതിന് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും നമ്മളിങ്ങനെ തന്നെ ഒരു ലെയറായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബേക്കാവുന്ന സമയത്ത് തന്നെ ഞാനിവിടെ ചോക്ലേറ്റ് സ്പഞ്ച് കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും ബാക്കി മൈദയും കൂടിയിട്ട് 1/2 കപ്പ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, ഒരു 1/8 ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ്, ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ്.
അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ ഡാർക്ക് കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 2 മുട്ട എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ 1/4 കപ്പാണല്ലോ നമ്മൾ പഞ്ചസാര ചേർത്തത്. ഇതിൽ 1/4 കപ്പും 1 ടേബിൾ സ്പൂണ് കൂടുതലും പഞ്ചസാര എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്തും എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് പാലാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണ് ഇളം ചൂടുള്ള പാല് ചേർത്തു. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് ഓയിൽ, സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നല്ല ലോ സ്പീഡിലിട്ട് ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുത്തു. നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇത് കുറേശ്ശെ ആയിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ 180 ഡിഗ്രിയിൽ ഒരു 10 മുതൽ 12 മിനിറ്റ് വരെ ബേക്ക് ആകുമ്പോൾ നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് സ്പഞ്ച് കേക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് റെഡി ആയിട്ടുള്ള ആ ഒരു വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബാറ്റർ റെഡിയായി. അങ്ങനെ 12 മിനിറ്റിന് ശേഷം അത് റെഡിയായി. അപ്പോൾ നമുക്ക് 3 സ്പഞ്ചും ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഐസിങ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ തണുക്കാനായിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ എയർ കയറുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക, അടച്ചൊന്നും വെക്കാതിരിക്കുക. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ റിച്ച് ഗോൾഡാണ് യൂസ് ചെയ്യുന്നത് വിപ്പിംഗ് ക്രീം. ഇനി ഇത് നല്ല തണുത്തിട്ടുള്ള ബൗളിലേക്കാണ് 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നല്ലപോലെ സ്റ്റിഫ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഏത് വിപ്പിംഗ് ക്രീമാണ് നല്ലതെന്നൊക്കെ. അപ്പോൾ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ എനിക്ക് റിച്ച് ഗോൾഡ് തന്നെയാണ് ഇഷ്ടം. പക്ഷേ എല്ലാവർക്കും പെട്ടെന്ന് നല്ല സ്റ്റിഫായിട്ടൊക്കെ കിട്ടാനായിട്ട് എല്ലാവരും ഇപ്പോൾ ഫിയോണയാണ് വാങ്ങിക്കാറ്. ഇതിന് കുറച്ച് റേറ്റ് കൂടുതലുണ്ട് റിച്ച് ആകുമ്പോൾ, പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഈ ഒരു റിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ക്രീമിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഇട്ടിട്ട് ഒരു ചോക്ലേറ്റ് ക്രീം ആക്കിയിട്ടും മാറ്റിയിട്ടുണ്ട്. കുറച്ച് ഭാഗം നമുക്ക് ചോക്ലേറ്റിൻ്റെ സ്പഞ്ചിന് മുകളിൽ വെക്കാനായിട്ട്. കേക്ക് ബോർഡിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി അതിൻ്റെ മുകളിലായിട്ട് വാനിലയുടെ സ്പഞ്ച് കേക്ക് വെച്ചു. പിന്നെ ഞാനിവിടെ ഷുഗർ സിറപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1.5 കപ്പ് വെള്ളത്തിൽ ഒരു 3/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തതാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തു മുകളിൽ. അതിനുശേഷം കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ചെയ്താൽ. അതിനുശേഷം കുറച്ച് ചോക്ലേറ്റ് ചിപ്സ്, വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് നട്ട്സ്, അതായത് കാഷ്യൂ നട്ട്സാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തതാണ്, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ പീസാക്കിയിട്ട്. ഇനി അടുത്ത ലെയർ ഇതിൻ്റെ മുകളിലാക്കി വെച്ച് കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഒന്ന് സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് ക്രീമായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ചോക്ലേറ്റിൻ്റെ ലെയറാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് ലെയറും വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയല്ലോ ചോക്ലേറ്റ് ഗനാഷ് കൂടി മിക്സ് ചെയ്ത ക്രീം, അതാണ് ഇതിൻ്റെ മുകളിലായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ വാൻജൊക്കെ ഇഷ്ടപ്പെടുന്നില്ലേ, അതുപോലെ തന്നെ അതിനേക്കാൾ ടേസ്റ്റാണ് ഈ ഒരു റെഡ്ബി കേക്ക് 3 ഫ്ലേവറിൽ വരുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ചോക്ലേറ്റിൻ്റെ ക്രീമും വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ചിപ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ച്, അതായത് റെഡ് കളറുള്ള സ്പഞ്ച് കൂടി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലും നല്ലപോലെ ഒന്ന് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി വിപ്പിംഗ് ക്രീം വെച്ചിട്ട് മുകളിലും അതുപോലെ കേക്കിൻ്റെ സൈഡ്സിലൊക്കെ നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫാസ്റ്റായിട്ട് കാണിക്കുന്നത് മുമ്പ് ഒരുപാട് വീഡിയോസിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ്, ബോറടിപ്പിക്കേണ്ടെന്ന് കരുതി മാത്രമാണ്. അപ്പോൾ നമ്മുടെ പറ്റുന്നത് പോലെയൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഗനാഷ് വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗനാഷ് തയ്യാറാക്കിയത് 1.25 കപ്പ് വൈറ്റ് ചോക്ലേറ്റിലേക്ക് 1 കപ്പ് നല്ല ചൂടുള്ള വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിന് പകരം ഫ്രഷ് ക്രീം വേണമെങ്കിലും ചേർക്കാം വിപ്പിംഗ് ക്രീമിന് പകരം. പിന്നെ അതിൽ നിന്ന് തന്നെ 2 ടേബിൾ സ്പൂൺ മാറ്റിയിട്ട് അതിലേക്ക് റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഒരു 2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഗനാഷ് നല്ലപോലെ തണുത്തതിന് ശേഷം കേക്ക് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അതിന് ശേഷം ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷ് വെച്ചിട്ട്
ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ കാണിച്ച പിക്ചർ ഞാൻ ഇതിന് മുമ്പേ ചെയ്തിട്ടുള്ള റെഡ്ബി കേക്കിൻ്റെ ആണ്. അപ്പോൾ ഇതിന് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ നിങ്ങൾ ഏതൊരു കേക്കായാലും ഒരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. പിന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസാണ് ഈ ഒരു ചാനലിലൂടെ കാണാൻ ആഗ്രഹമെന്നും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ ചെറിയൊരു ബോർഡർ വെച്ച് അപ്പോൾ ഗനാശൊക്കെ ഒന്ന് സെറ്റായിട്ട് താഴത്തൊന്ന് ബോർഡൊക്കെ ക്ലീൻ ചെയ്ത് ഒരു ചെറിയൊരു ബോർഡർ കൂടി വെച്ച് കൊടുത്താൽ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഓർഡർ കേക്ക് ആയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോൻ്റെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണും അതോടൊപ്പം വരുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്